നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് 6 ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയായാലും ഇനി ഒറ്റ ഘട്ടം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 6 ഘട്ടം പൂർത്തിയാകുമ്പോൾ ആളുകൾക്കിടയിൽ എന്തുമാത്രം വിശ്വാസ്യത ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ പലയിടത്തുനിന്നായിട്ട് ഉയർത്തപ്പെടുന്നുണ്ട്. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് 5 ഘട്ടങ്ങൾ പൂർത്തിയായതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ കൃത്യമായ കണക്കുകൾ സമയബന്ധിതമായി പുറത്തുവിടുന്നില്ല എന്നും അത് പലതരത്തിലുള്ള മാൽ പ്രാക്ടീസസിന് സഹായം ആയി മാറുന്നുണ്ട് എന്നുള്ള ആരോപണം ശക്തമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. 5 ഘട്ടങ്ങളുടെ കണക്ക് സുപ്രീം കോടതിയിൽ ആ കേസ് വന്നതിന് പിന്നാലെ കമ്മീഷൻ പുറത്തുവിടുകയാണ്. അങ്ങനെ പുറത്തുവിട്ടുകൊണ്ട് മാത്രം ഇങ്ങനെ വൈകി പുറത്തുവിട്ടതുകൊണ്ട് ഇതിലെ പ്രശ്നങ്ങൾ അവസാനിച്ചോ എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. കപിൽ സിബൽ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഈ വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിൽ വെച്ച് ഇടയ്ക്ക് തുറന്നിട്ടുണ്ടോ എന്നറിയാൻ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പോളിംഗ് ഏജൻറ്റുമാർ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു നിർദ്ദേശിച്ചുകൊണ്ടൊരു ചാർട്ടൊക്കെ പുറത്തുവിടുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഗുരുതരമായ എന്തോ ക്രമക്കേട് നടക്കാനുള്ള സാധ്യതയിലേക്ക് വിരളിച്ചുകൊണ്ടാണ് കപിൽ സിബലിനെ പോലുള്ള ആളുകളും. അപ്പോൾ 6 ഘട്ടം പൂർത്തിയാവും നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ, വിദ്വേഷ പ്രസംഗങ്ങളോട് സ്വീകരിക്കുന്ന ഒരുതരം പ്രത്യേക സമീപനത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ ശതമാന കണക്ക് പുറത്തുവിടുന്നതിലെ പ്രശ്നം, പലയിടത്തും വോട്ടിംഗ് വൈകിയതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണമുണ്ട്. 48 ചില മഹാരാഷ്ട്രയിലൊക്കെ ചിലയിടത്താണെങ്കിൽ CCTV ഓഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങനെ 6 ഘട്ടം പൂർത്തിയാവുമ്പോൾ നിരവധിയായ ക്രമക്കേടുകളെന്ന് സംശയിപ്പിക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് 6 ഘട്ടം പൂർത്തിയായതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം സാറിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ കപിൽ സിബലിനെ പോലെ ഒരാൾ വാർത്താ സമ്മേളനം നടത്തിയ ഒരു MP ഇത് ഇടയ്ക്ക് വെച്ച് തുറക്കാനുള്ള സാധ്യതയെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന കക്ഷികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്കിൽ ഒരു വിഭാഗത്തിന് എന്തുമാത്രം വലിയ വിശ്വാസ പ്രശ്നമുണ്ടെന്നതിൻ്റെ സൂചനയാണല്ലോ. അതെത്ര സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. വളരെ ഗുരുതരമായൊരു കാര്യമാണത്. കപിൽ സിബൽ പറയുന്നു എന്നുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പ്രക്രിയ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വയറൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 22 കേസസ് ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇൻസിഡൻസ് എറേഴ്സ് വരാവുന്ന, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു ക്രമക്കേട് എന്ന് പറയാവുന്ന തരത്തിലുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലതും ഇപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തുന്നതിൽ പലതും ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾക്കിപ്പോൾ ഒരു പിന്നെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയെ ജയിലിലിട്ട് ആണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ ഇടയിൽ ജാമ്യം കിട്ടിയതുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹേമന്ത് സോറനെ പോലെ മറ്റൊരു മുഖ്യമന്ത്രിയെ വെപ്പിച്ചിട്ട് പിന്നെ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അതുമുതൽ പ്രതിപക്ഷത്തെ നേതാക്കളെ ജയിലിലടയ്ക്കുന്നത് മുതൽ, പിന്നെ ഹെയ്റ്റ് സ്പീച്ച് മുതൽ, അല്ലെങ്കിൽ എതിരാളികളെ മത്സരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രോസസ്സ് കൈകാര്യം ചെയ്യുന്ന മുതൽ, ഇപ്പോൾ നമുക്കറിയാം സൂറത്ത് അല്ലെങ്കിൽ ഇൻഡോർ പോലെയുള്ള മണ്ഡലങ്ങളിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ അതുമുതൽ ഒരുപക്ഷെ നേരിട്ട് വോട്ട് പിന്നെ എന്താ പറയുക റിഗ്ഗിങ് നടത്തുക, അല്ലെങ്കിൽ മണ്ഡലത്തിൽ തന്നെ ഓരോ മണ്ഡലത്തിൽ തിരഞ്ഞെടുത്ത ബൂത്തുകളിൽ പോളിംഗ് ലേറ്റ് ആക്കുക, അതിന് ആ ബൂത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അത് ആർക്ക് വോട്ട് പോകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരെണ്ണം മാത്രമാക്കുക, അതിനനുസരിച്ച് സമയം വൈകുക, ഈ ചൂടത്ത്, ഇത്രയും കടുത്ത ചൂടത്ത് ആളുകൾക്ക് നിൽക്കാൻ കഴിയാതെ അവർ മടങ്ങിപ്പോവുക തുടങ്ങിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഇങ്ങനെ എണ്ണി പറയാവുന്ന തരത്തിലുള്ള പല വിധത്തിലുള്ള പിന്നെ അസ്വാഭാവികതകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമുക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാനുമില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വലിയ തരത്തിലുള്ള ഒരു റിഗ്ഗിങ് നടന്ന തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള പ്രത്യക്ഷത്തിൽ നമുക്കൊന്ന് കാണാമല്ലോ. പക്ഷേ ഇതിൻ്റെ ഉള്ളാലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ ഇത് പല കാര്യങ്ങളും മുൻപൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പിന്നെ കള്ളവോട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ പിന്നെ ആളുകൾ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ 2011 പിന്നെ നടന്നിട്ടുള്ള പോലെ ചില പ്രത്യേകമായ, അതായത് ഒരു വിഭാഗം ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള നാഗപട്ടണത്ത് നടന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പല കാര്യങ്ങളും മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൂടി ഉൾപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്വാഭാവികം എന്ന വണ്ണം നടക്കുന്ന ഒരു തരം പ്രോസസ്സാണിത്. അത് ക്രമക്കേടിൻ്റേതായിട്ടുള്ള ഒരു സംഗതിയാണ്. ചട്ടലംഘനത്തിന് കേസെടുക്കുകയാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ട ആൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണിപ്പോൾ. അത് ആർക്കും ഒരു സംശയമില്ല, ഇലക്ഷൻ കമ്മീഷന് തന്നെ സംശയമില്ല. കാരണം ഈ ശാസനാരൂപത്തിൽ ഈ കാര്യം പറഞ്ഞു, മുന്നറിയിപ്പ് നൽകി എന്നല്ലാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും അതേ രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി. അപ്പോൾ
അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും നീണ്ട ഈ തെരഞ്ഞെടുപ്പിനിടയിൽ സംശയങ്ങളും അസ്വാഭാവികതകളും തോന്നാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് കൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കപിൽ സിബലിനെ പോലെ ഒരാൾ അത് നേരിട്ട് വോട്ടിംഗ് മെഷീനിലേക്ക് നടന്നിരിക്കാവുന്ന ക്രമക്കേടുകളെക്കുറിച്ചാണ് ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് കാണുക. അപ്പോൾ അതുൾപ്പെടെയുള്ള സാധ്യതകൾ കാണണം. ഇനിയിപ്പോൾ നമുക്ക് നോക്കൂ, ഇത് കഴിഞ്ഞ് വോട്ടെണ്ണി ഒരു വിഭാഗം ജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു, അതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച മട്ടായിരിക്കും. കാരണം ആർക്കും പിന്നെ അതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു കറേജ് ഉണ്ടാവില്ല. കാരണം ആ നിലയ്ക്കുള്ള ഒരു തമ്പിങ് മെജോറിറ്റിയോ അല്ല അങ്ങനെയൊക്കെ കിട്ടുന്നിടത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് പിന്നെ ഇതിൽ ക്രമക്കേടാണ്. പലപ്പോഴും ഈ EVM ക്രമക്കേടിനെ കുറിച്ച് ആളുകൾ പിന്നെ രഹസ്യമായും പരസ്യമായും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഒറ്റപ്പെട്ട് മാത്രമാണ്, അല്ലാതെ ഒരു വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടൊന്നും അതിനകത്ത് വന്നിട്ടില്ല. വന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, തെരഞ്ഞെടുപ്പ് വീണ്ടും അടുത്ത സമയത്താണ് ചില കേസുകളും ചില കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നത്. ഇനിയിപ്പോൾ 17C ഫോം 17C പുറത്തിറക്കണം അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് അതിന് തയ്യാറല്ല കമ്മീഷൻ. അപ്പോൾ ധാരാളം സംശയങ്ങൾക്ക്, ഇപ്പോൾ റാവു പറഞ്ഞ പോലെ തന്നെ ഈ സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ തലത്തിൽ നടന്നിട്ടുണ്ട്. അത് ആളുകളെ പിന്നെ ഒരുപക്ഷെ ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ അത് മറക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയേക്കാം. പക്ഷേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ പല കാര്യങ്ങളും നേരത്തെ നടന്നുവെങ്കിലും ഈ 2024 തെരഞ്ഞെടുപ്പ് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള മൂർധന്യാവസ്ഥ കണ്ട ഒരു തെരഞ്ഞെടുപ്പായി ചരിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലജീസ്, ഇപ്പം ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പലരും അവരുടെ വിജയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. ഭയങ്കരമായ ജനജീവിത പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോഴും ഈ ഉയർന്നു വരുന്ന ക്രമക്കേട് ആരോപണങ്ങൾ അവരെ ഡിസ്റ്റേബ് ചെയ്യേണ്ട ഒരു സംഗതിയാണോ? ഇത് കപിൽ സിബൽ ഇന്നലെ അത് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. മിനിഞ്ഞാന്ന്, അതായത് 25-ം തീയതിയാണല്ലോ 6ാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. UP ജോൺപൂർ എന്ന് പറയുന്നൊരു മണ്ഡലത്തിൽ രാത്രി സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ ഈ EVM സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിന് മുമ്പിൽ കാവൽ നിൽക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ സ്ട്രോങ് റൂമിന് കാവൽ നിൽക്കാൻ പ്രവർത്തകരുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് അവിടെ ഗ്രൗണ്ട് ലെവലിൽ വർക്കേഴ്സ് ഉണ്ടെന്നാണ് അർത്ഥം. UP കാര്യം അഖിലേഷ് യാദവ് കഴിഞ്ഞ 2 ടൈമായിട്ട് അധികാരത്തിലില്ലെങ്കിൽ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയ ഒരു പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. അതുകൊണ്ട് അവർക്ക് എന്താണ് ഗ്രൗണ്ട് ലെവലിൽ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരവിടെ കാവൽ നിൽക്കുമ്പോൾ രാത്രി 12 മണിയോടനുബന്ധിച്ച് ഒരു ട്രക്ക് ഈ സ്ട്രോങ് റൂമിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തകർ പോയി പരിശോധിക്കണം എന്താണെന്ന് നോക്കുമ്പോൾ നിറയെ EVM ആണ്. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് പോൾ ചെയ്ത ബാലറ്റുകൾ വോട്ട് ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് EVM എല്ലാം സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച് സ്ട്രോങ് റൂം പൂട്ടി അതും സീൽ ചെയ്ത് ആളുകൾ പോയി. അവിടെ ഒരു പോലീസുകാരൻ കാവലുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സമാജ്വാദി പാർട്ടി ഒരു ട്രക്ക് വന്നതിന് മുമ്പിൽ നിൽക്കുകയാണ്. ഇവർ ആ വണ്ടി തടഞ്ഞു പരിശോധിക്കുമ്പോൾ അത് നിറയെ EVM ആണ്. ഉടൻ തന്നെ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുന്നു. ജില്ലാ കളക്ടർ പറയുന്നു ഇത് റിസർവ് വെച്ചിരുന്ന EVM ആണ്, അത് ഇവിടെ ഇറക്കേണ്ടതല്ല, തൊട്ടപ്പുറം ഇറക്കേണ്ടതായിരുന്നു, അതിവിടെ കൊണ്ട് നിർത്തിയതാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് പറയുന്ന ജില്ലാ കളക്ടർ എന്ത് ചെയ്തു, ഓരോ EVM തുറന്ന് അതിൽ സീരിയൽ നമ്പർ എഴുതി പരിശോധിക്കണം. അതായത് ജില്ലാ കളക്ടർ തന്നെ ഫോണിൽ നോക്കിയിട്ട് ആ സീരിയൽ നമ്പറാണോ, അപ്പോൾ അതെ ആണ്, അങ്കി അത് മൂടി വെച്ചോളൂ എന്ന് പറയുന്നൊരു വീഡിയോ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. ആ വീഡിയോ സഹിതം അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ ഈ കാര്യത്തിൽ എന്താണ് നടന്നതെന്നതിൻ്റെ വീഡിയോ പുറത്തുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അതർവൈസ് അവിടെ അങ്ങനെ ഒരു സമാജ്വാദി പാർട്ടി പ്രവർത്തകരിലായിരുന്നു ഇത് ആരും അറിയാനേ പോകുന്നില്ല. അവിടെ ഒരു ട്രക്ക് വന്നു നിന്നതോ ഒരു ട്രക്ക് നിറയെ EVM അവിടെ വന്നതൊന്നും ആരും അറിയാനേ പോകുന്നില്ല. എന്തുകൊണ്ടാണ് റിസർവ് വയ്ക്കുന്ന EVM തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ട്രോങ് റൂമിൻ്റെ അങ്ങോട്ട് വരുന്നത് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കില്ല, എന്തിനാണത് വന്നത്? അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. 2017 UP അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്, അസം അസംബ്ലി ഇലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. UP തന്നെ പലവട്ടം ഇത് എന്താണ് SUV-കളിൽ നിന്നും കാറുകളിൽ നിന്നും EVM പിടിച്ചെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ആളുകൾക്ക് ഇതിലുള്ള എന്താണ് വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ക്ലിയറായിട്ട് വ്യക്തമായി ക്ലാരിഫിക്കേഷൻ തരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജോൺപൂർ സംഭവത്തിൽ തന്നെ ഇനിയും ECI ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ജില്ലാ കളക്ടറുടെ ക്ലാരിഫിക്കേഷൻ അല്ലാതെ ഈ സാഹചര്യത്തിലാണ് പിറ്റേന്ന്, അതായത് ഇന്നലെ കപിൽ സിബൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് EVM ടാമ്പറിങ് നടന്നിട്ടുണ്ടോ എന്ന് പോളിംഗ് ഏജൻറ്റുമാർക്ക് പരിശോധിക്കാനുള്ള ടിപ്സാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ടിപ്സ് കൊടുത്താൽ പോലും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകരായതുകൊണ്ടാണ് അവിടെ കാവൽ നിന്നത്. ഈവൻ ഇത് മധ്യപ്രദേശിലോ രാജസ്ഥാനിലാണെങ്കിൽ ഇതൊക്കെ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. കാരണം പലയിടത്തും കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഗ്രൗണ്ട് ലെവലിലൊന്നും അങ്ങനെ കാവൽ നിൽക്കാനൊക്കെ ആളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാൻ പാർട്ടി പ്രവർത്തകരോടത്താണ് ഇങ്ങനെ EVM കാവൽ നിൽക്കുകയും ഈ പോളിംഗ് ഏജൻറ്റുമാർ തന്നെ ഇപ്പോൾ ഈ കപിൽ സിബൽ പുറത്തുവിട്ടുള്ള ടിപ്സ് അനുസരിച്ച് തന്നെ കൗണ്ടിങ് ഡേയുടെ അന്ന് ഇത് പരിശോധിക്കുകയും ചെയ്യണം. ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ
ഇപ്പോൾ എല്ലാ പോളിംഗ് ഏജൻറ്റുമാർക്കും EVM-ൻ്റെ പ്രവർത്തനം മീൻസ് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെ അറിയണമെന്നില്ല. അവരത് പോയിട്ട് ഇപ്പോൾ ഈ ഡേറ്റ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് വോട്ടെണ്ണൽ തുടങ്ങുന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ കൗണ്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ ആദ്യം മെഷീൻ ഓണാക്കുന്നു, മെഷീനിൽ പോൾ ചെയ്ത ഡേറ്റ് ഒത്തുനോക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടാണോ വോട്ടെണ്ണൽ തുടങ്ങുന്നതെന്നുള്ള എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത് ചെയ്യണം എന്നാണ് കപിൽ സിബൽ പറയുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അറിയില്ല. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയും എന്നുള്ളതാണ്. അതെ, അതായത് ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്നാണ് ഇത് പോൾ ചെയ്ത ഡേറ്റാണ് കാണിക്കുക. അപ്പോൾ ലാസ്റ്റ് പോൾ നടന്ന ഡേറ്റാണ് കാണിക്കുക. അതർവൈസ് അത് പിന്നീട് തുറന്നിട്ടുണ്ടെങ്കിൽ ആ തുറന്ന ഡേറ്റ് അതിൽ തെളിഞ്ഞു വരുമെന്നാണ് ഡേറ്റ് ആൻഡ് ടൈം തെളിഞ്ഞു വരുമെന്ന് കപിൽ സിബൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണം. കാരണം അത്രമാത്രം ജാഗരൂകരാകേണ്ട ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകർ, ആ പാർട്ടി പ്രവർത്തകരൊക്കെ ജാഗരൂകരാകേണ്ട സമയം തന്നെയാണ്. കാരണം അത്രയും ഇൻസിഡൻസ് നമ്മളിങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിടിക്കപ്പെടാം. അല്ലെങ്കിൽ വെറുതെ EVM-നെ കുറ്റം പറഞ്ഞ് അത് EVM വഴി നേടിയ വിജയമാണെന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ശരിക്കും പ്രശ്നം EVM-ൻ്റേതല്ല. ഞാൻ വിചാരിക്കുന്നത് EVM-ൻ്റേത് പോലും അല്ല പ്രശ്നം. തങ്ങളുടെ സമ്മതിദാനം കവർന്നെടുക്കപ്പെടുന്നു എന്ന് പോലും അറിയാത്ത പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യമാണ്. അതായത് വോട്ട് മറിക്കുന്നതോ അല്ലെങ്കിൽ EVM റിഗ്ഗിങ്ങോ ഇതൊക്കെ തിരിച്ചറിയപ്പെടുന്നു പോലുമില്ല. പലയിടത്തും ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ പിടിക്കപ്പെടുന്നതുകൊണ്ടാണ്. എവിടെ പ്രതിപക്ഷം ജാഗരൂകരാകുന്നു അവിടെയാണ് പിടിപ്പിക്കപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ വോട്ട് സ്വിങ് ചെയ്യുന്നതോ വോട്ട് റിഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സമ്മതിദാനം മോഷ്ടിക്കപ്പെടുന്നത് പോലും പറ്റാതെ പ്രതിപക്ഷം ദുർബലരായി പോകുന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടിയുണ്ട് റാവുത്, ചില ഇതുപോലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ കറണ്ട് പോയി 45 മിനിറ്റ് വരെ കറണ്ട് പോയ സന്ദർഭങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ചെറിയ മാർജിന് BJP ജയിച്ച സ്ഥലങ്ങളുണ്ടാവുമല്ലോ, ചെറിയ മാർജിനിൽ ജയിച്ച സ്ഥലങ്ങളെ അത് കുറച്ച് കൂട്ടിയെടുക്കുക എന്നൊരു നിലയിലേക്ക് അവിടെ നഷ്ടപ്പെട്ട് പോകാതിരിക്കുക എന്ന് പറയും. അപ്പോൾ അവർ ചെറിയ മാർജിന് ജയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടസ്റ്റ് കാര്യമായി നടന്നു എന്നുള്ള ഒരു ഫീൽ കൊടുക്കാൻ കഴിയും. അതേസമയം വലിയ മാർജിനിൽ ജയിച്ച സ്ഥലങ്ങളിൽ അവർക്ക് ചെറുതായാലും വലുതായാലും അപ്പോൾ അവിടെ ഇത് ഒരേ രീതിയിലല്ല നടക്കുന്നത് എന്ന തോന്നൽ ഉളവാക്കിക്കൊണ്ട് തന്നെ എന്നാൽ അവർക്ക് വേണ്ടത് നേടിയെടുക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. യെസ്. അപ്പോൾ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന ഒരുപാട് ഇൻസിഡൻസ് സംഭവങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നിന്ന് കേട്ട കഥയടക്കം. അപ്പോൾ ആ വിശ്വാസത്തെ പരിഹരിക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് പ്രധാനമാണ്.